മലയങ്കീട് അണപ്പാട് വാർഡ് മെമ്പറായ ചന്ദ്രലേഖയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് മൂന്നംഗ സംഘം ആക്രമണം നടത്തിയത്. ചന്ദ്രലേഖയുടെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് ഉച്ചയ്ക്കാണ് മലയങ്കീട് അണപ്പാട് BJP വാർഡ് മെമ്പറായ ചന്ദ്രലേഖയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മൂന്നംഗ സംഘം ആക്രമണം നടത്തിയത്. ചന്ദ്രലേഖയെ ആക്രമിക്കുകയും കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ കേസ് പ്രതിയുമായ ഹേമന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് ചന്ദ്രലേഖ പറഞ്ഞത്. തനിക്ക് നേരെ ഹേമന്ത് വധഭീഷണി മുഴക്കിയെന്നും ചന്ദ്രലേഖ വ്യക്തമാക്കി. മലയങ്കീട് കോവിലിലെ ആറാട്ടുത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ 8-ാം തീയതി ഗാനമേള നടന്നിരുന്നു. ആ സമയത്ത് എൻ്റെ മോളും എൻ്റെ സഹോദരൻ്റെ മോൻ്റെ ഭാര്യയും കൂടി അവിടെ ഡാൻസ് കളിച്ചിരുന്നു. ആ ഗാനമേളയോട് പാട്ട് നടക്കുമ്പോൾ തന്നെ സ്റ്റേജിന് പുറത്തായിട്ട് ഡാൻസ് കളിച്ചിരുന്നു. ആ സമയത്ത് അന്തീർകുണത്ത് താമസിക്കുന്ന ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ട വന്ന് വീഡിയോ എടുത്തപ്പോഴത്തേന് എൻ്റെ മോൻ പറഞ്ഞ് എൻ്റെ സഹോദരിമാരാണ്, വീഡിയോ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. കുറച്ച് സമയം അവൻ മിണ്ടാതിന് ശേഷം വീണ്ടും അവൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ചേട്ടാ എടുക്കരുതെന്നല്ലേ പറഞ്ഞതെന്ന് വെച്ചു. ആ സമയത്ത് ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ട എൻ്റെ മോൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. അപ്പോൾ അവിടെ കണ്ടുകൊണ്ട് നാട്ടുകാർ പറഞ്ഞു വിലക്കി അവനെ ഹേമന്തിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ആ സംഭവം കഴിഞ്ഞു. അവന് ഭയങ്കര നാണക്കേടായിപ്പോയി. ഇതിന് പ്രതികാരം ചെയ്യുമെന്നും പറഞ്ഞ് പല സ്ഥലത്തും അവൻ്റെ മോനെ അന്വേഷിച്ച് നടക്കുകയുണ്ടായി. ഇതറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇവിടെ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു. CA പേഴ്സണലായിട്ട് ഫോണിൽ വിളിച്ച് പറയുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിക്കായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു 1:45, 1:30-2 മണിയോടുകൂടി എൻ്റെ വീട്ടിൽ ഞാൻ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് 2 ബൈക്ക് വന്ന് നിൽക്കുന്ന സൗണ്ടും തുടർന്ന് എൻ്റെ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ ഫ്രണ്ടിൽ വാതിൽ കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. അത് തുറന്ന് പുറത്ത് വരുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ടയും കൊച്ചുകുട്ടൻ എന്ന് പറയുന്ന പൊക്കം കുറഞ്ഞ ഒരു കറുത്ത ഗുണ്ടയും കൂടി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്നോട് എൻ്റെ മോനെ കുറിച്ച് അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു പറയാൻ പറ്റില്ല, എവിടെയുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയണം, പറഞ്ഞേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി വന്ന് ഇവിടുന്ന് എടുക്കും എന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും പറ്റില്ല എന്ന് കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞതിനെ തുടർന്ന് നിന്റെ മോളെ കൊല്ലോടി എന്ന് പറഞ്ഞ് എന്നെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അരയിൽ നിന്ന് വടിവാളൊക്കെ ഊരിയെടുത്ത് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, എന്നെ തള്ളിയിടുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ എണീക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കൊണ്ട് കയ്യിൽ നിന്ന് വീണ്ടും ഒരു ചുരുക പോലത്തെ ഒരു ചെറിയ പിച്ചാത്തിൽ എൻ്റെ ഡ്രസ്സെല്ലാം ഇങ്ങനെ കുത്തിപ്പറിച്ച് ഇവിടെ എല്ലാം കീറിയിട്ടുണ്ട്. എന്നെ കുത്തിപ്പിടിച്ച് കഴുത്തിലെല്ലാം കുത്തിപ്പിടിച്ച് തള്ളിയിരുന്നു. ഞാൻ മുറിവുണ്ട്, ചെറിയ മുറിവുണ്ട്. അപ്പൊ ഞാൻ വാതിൽ വീണ്ടും അടയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവര് FIR ഇടുന്നുണ്ട്. ഞാൻ എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു ചേട്ടനെ ഫോൺ വിളിച്ചപ്പോഴത്തേന് ആ ചേട്ടൻ വരുന്നതെന്ന് മനസ്സിലായപ്പോൾ അവർ പുറത്തിറങ്ങിയിട്ട് എൻ്റെ വീടിൻ്റെ ജനൽപ്പാളികൾ ഉൾപ്പെടെ എല്ലാം അടിച്ച് തകർത്തിട്ടാണ് അവിടുന്ന് പോയത്. പലരും അവരെ കണ്ടവരുണ്ട്. വന്ന് വീട് കൃത്യമായിട്ട് എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് വന്ന് ചോദിച്ച ഒരു ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് കയറിയത്. ആ സമയത്ത് ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് എന്നെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവരെൻ്റെ വീട്ടിൽ കയറിയതും ആക്രമിച്ചതും. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് നിയമപരമായും സംഘടനാപരമായും അത് ഞാൻ അടിവരയായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കൃത്യമായിട്ട് അതിനെ നിയമപരമായി ഞങ്ങൾ നേരിട്ടിരിക്കും. ഇവിടെ നിന്ന് എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ സംസ്ഥാന പോലീസ് കമ്മീഷണർ, പോലീസ് മേധാവി ഉൾപ്പെടെ DGP ഉൾപ്പെടെ നേരിട്ട് കണ്ട് ഇത്തരം ഗുണ്ടകൾക്ക് ഇവിടെ വിളയാട്ടം നടത്താൻ അനുവദിക്കാത്ത രീതിയിൽ എന്നെ പോലുള്ള സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഈ നാട്ടിൽ സ്വസ്ഥമായിട്ടും സൗകര്യമായിട്ടും ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടും ഇനിയും ഞങ്ങൾക്ക് അവിടെ തന്നെ കഴിയണം. എനിക്കും എൻ്റെ കുടുംബത്തിന് സംരക്ഷണം വേണം. അതിനുവേണ്ടി കൃത്യമായി നിയമപരമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. എൻ്റെ വീടിൻ്റെ ജനൽപ്പാളിയിൽ ഒരു ഗ്ലാസ് അടിച്ച് തകർത്തിട്ടുണ്ട്, കസേരകൾ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കുണ്ടായ അതിലെല്ലാം ഉപരി എന്ന് പറയുന്നത് എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇല്ല. അവര് 3 പേരാണ് വന്നത്. ഹേമന്തും കൊച്ചുകുട്ടൻ പിന്നെ കണ്ടാൽ അറിയുന്ന ഒരാൾ, അയാളുടെ പേരെനിക്ക് അറിയില്ല. ഹേമന്ത് എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു? നേരത്തെ എനിക്കറിയായിരുന്നു. വ്യക്തിപരമായിട്ട് അറിയില്ല. അവനൊരു ഗുണ്ട ആണെന്നുള്ള രീതിയിൽ തന്നെ എനിക്കറിയായിരുന്നു. കാപ്പ കേസിലെ പ്രതിയാണ്. ഇവിടെ MDMA ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളുടെയും ലഹരിയുടെയൊക്കെ അടിമയാണ് അവനായത്. ഇവിടെ അതിന്റെ പ്രധാന ഒരാളാണ് അവൻ. നേരത്തെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും വൈരാഗ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? വ്യക്തിപരമായി ഞാൻ മുമ്പ് പറഞ്ഞ സംഭവമാണ് ഇതിന് അടിസ്ഥാനം എന്നാണ് ഞാൻ കരുതുന്നത്. വേറെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എന്ന് പറയാൻ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർ FIR ഇട്ടിട്ടുണ്ട്. വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവർ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്നാണ് കേസ്. ഇന്ന് സംഭവം നടന്ന ഉടനെ ഞാൻ ഇവിടെ വന്ന് കേസ് കൊടുക്കുകയാണ് ചെയ്തത്. 1:45-2 മണിക്കാണ് സംഭവം നടന്നത്. ആക്രമണ സമയത്ത് ചന്ദ്രലേഖ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അക്രമി സംഘത്തിൽ ഒരാൾ ജനാല എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു. ഞാൻ മലയങ്കീട് ഗ്രാമപഞ്ചായത്തിലെ പാർലമെന്ററി പാർട്ടി ലീഡറാണ്.
ഞങ്ങളുടെ ഒരു മെമ്പർക്ക് ഇന്ന് ഉച്ചയ്ക്കുണ്ടായ ഗുണ്ട ആക്രമണം, അവരുടെ വീട് കയറി ആക്രമിച്ചവരെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ന് ഒരാക്രമണമുണ്ടായി. ഇപ്പോൾ മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് ഞങ്ങളിപ്പോൾ സേഫ് മലയൻകീഴ് ക്ലീൻ മലയൻകീഴ് എന്നൊരു പദ്ധതി കൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ. പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സേഫായിട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള ഒരവസരം മലയൻകീഴ് പഞ്ചായത്ത് ഒരുക്കാൻ തീരുമാനിച്ച ഈ വേളയിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മെമ്പർക്ക് തന്നെ ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പോൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന രീതിയിൽ നമ്മുടെ മെമ്പർമാരെല്ലാം കൂടെ ചേർന്നൊരു പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ന് അതിക്രമത്തിനിരയായ മെമ്പർ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാർട്ടി ഔദ്യോഗികമായിട്ടൊരു പരാതി കൊടുക്കുന്നതായിരിക്കും. പിന്നെ സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ പാർട്ടി ഇപ്പോൾ സജ്ജമായിരിക്കുകയാണ്. ഈ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ പാർട്ടിയുടെ വഴി ആലോചിക്കും. മലയൻകീഴ് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ഉത്സവ പരിപാടിക്കിടെ ചന്ദ്രലേഖയുടെ മകളുടെ ദൃശ്യങ്ങൾ പ്രതിയായ ഹേമന്ത് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചന്ദ്രലേഖയുടെ മകൻ ഇടപെടുകയും ചെയ്തതിന്റെ മുൻവൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. സംഭവത്തിൽ ചന്ദ്രലേഖ മലയൻകീഴ് പോലീസിൽ പരാതി നൽകി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.